ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഉമ്മ ഒരു ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു വിഭവമാണ് കോയട എന്നാണ് അതിൻ്റെ പേര്. ഉമ്മ ഈ വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. നാളായിട്ട് എൻ്റെ കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, ബീഫ്. അത് കറി വെച്ചാൽ കുട്ടികൾ കഴിക്കൂല, പൊരിച്ചാലും കഴിക്കൂല. അപ്പം അവരൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പിന്നെ ചിക്കനാണ്, ഇറച്ചി എടുത്തിട്ട് ചിക്കൻ അതാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി പിന്നെ ആദ്യം കുറച്ച് ഇറച്ചി ഇതേ പുഴുങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോന്റെ കൂടുതലുണ്ടാവും ഇത് ചിലപ്പോൾ. ഉപ്പിട്ടിട്ട് വേണം പുഴുങ്ങാൻ. കുറേ അല്ല, കുറച്ച് ഉപ്പിട്ടിട്ട്, അത്യാവശ്യം ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ അത് മിക്സിയിലിട്ടിട്ട് പൊടിക്കണം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പൊടിഞ്ഞിട്ട് അത് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും പൊടിക്കണം. പുഴുങ്ങിയ ഇറച്ചി ഇത്രയും പൊടിക്കണം. എന്നിട്ട് അത് മാറ്റാം. ആ ഇറച്ചി ഇങ്ങനെയാണ് പൊടിക്കേണ്ടത്. എന്താ ചെയ്യാൻ പോണേ? ഇതിലേക്ക് ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിയ സവാള ഇല്ല, ഒരു മീഡിയം. അതിൽ പച്ചമുളക് ഒരു 5 പച്ചമുളക്, ചെറുത് ഒരുവിധം വലിപ്പമുള്ളത്. പിന്നെ ഇതെല്ലാം കൂടെ ഇതിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുത് കുനുകുന അരിഞ്ഞത് ഒരു പിന്നെ 25 തുള്ളി, ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണവും, ഒരു ചോള വെളുത്തുള്ളി. ഒരു ചോള എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിൻ്റെ ഒരു എണ്ണം ഫുള്ള്, അതായത് ഒരു അല്ലിയല്ല, അതിന് ഇവിടെ ചോളാന്നാ പറയാം. ഒരു വലിയ വെളുത്തുള്ളി അതിൻ്റെ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും പച്ചമുളക് അരിഞ്ഞതും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പിന്നെ എരിവുള്ള 2 സ്പൂണ്, ഇതാണ് സ്പൂണ്, 1 സ്പൂണ് 2 സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഇട്ടുകൊണ്ടിട്ട് മുളക് പൊടി എത്രയും മതി, 2-4 സ്പൂൺ മുളക് പൊടി. ഇനി എന്താ ചെയ്യാമെന്ന് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ കറി മസാല ഒരു സ്പൂണ്, ഇതിനൊരു സ്പൂൺ, ഒരു 1-4 സ്പൂൺ കറി മസാല. ഉപ്പിടുന്ന എത്ര ഇടും? ഉപ്പ് ഇറച്ചി പുഴുങ്ങുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇറച്ചി പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ടല്ല പുഴുങ്ങുന്നത്. അപ്പം അതിന് പിന്നെ അത് കണക്കാക്കി നമ്മൾ സവാളക്കനുസരിച്ചുള്ള ഒരു 1/4 സ്പൂണ് അങ്ങനെ ഇടുക. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യണം, ഇതൊക്കെ ഇട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മളിങ്ങനെ അതിങ്ങനെ ഇളക്കി കൊടുക്കണം, പിടിപ്പിക്കുക. അതായത് തിരുമ്പി പിടിപ്പിക്കുക എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ പിടിപ്പിക്കണം. ഈ സവാളയും ഇറച്ചിയും പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ പിടിപ്പിച്ച്. ഇത് മിക്ക ആൾക്കാർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്യണേ. ഇതെങ്ങനെയാ പഠിച്ചത്? ഇത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഞാൻ കൊച്ചിയിലാണ്. അവിടുന്ന് പിന്നെ വന്നിട്ട് കണ്ട് അങ്ങനെ ചെയ്യണത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ റമളാൻ മാസത്തിൽ പിന്നെ ഇത് ഫസ്റ്റ് ഇത് വേണം, 30 നോമ്പിനും ഇത് വേണം. അങ്ങനെ ഇതുണ്ടാക്കും. ഇതാണ് കൂടുതലും കഴിക്കുക, വേറുള്ളതൊന്നും അങ്ങനെ കഴിക്കില്ല. ഇതിന് ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാവർക്കും ഇഷ്ടമാണ്, ടേസ്റ്റുമാണ്. അപ്പം ഞാനിത് കൂടുതലും ഉണ്ടാക്കും. ഇറച്ചിയൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ കൂടുതൽ ഇങ്ങനെ വെക്കണത് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഇഷ്ടമായത് കൊണ്ടിട്ട് അവർ ഇങ്ങനെ ഇത് ആക്കി കൊടുത്താലേ അവർ തിന്നുള്ളൂ. അല്ലാതെ ഒരു ഇറച്ചി കറി കഴിക്കുക, ഇറച്ചി കഷ്ണം കഴിക്കുക അങ്ങനെയൊന്നും കഴിക്കില്ല. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇറച്ചി കിട്ടുമ്പോൾ ചെയ്യാറ്. ഇറച്ചികൾ വാങ്ങുമ്പോഴും ചെയ്യാറുണ്ട്, ഇറച്ചി കിട്ടുമ്പോഴും ചെയ്യാറുണ്ട്. അത് ഇതുപോലെ നമ്മൾ പിടിപ്പിക്കണം ഇറച്ചി. അതിൽ നിന്നൊക്കെ സവാള ഒരു ഇത് കൊച്ചിക്കാരെ സ്പെഷ്യലാണോ അതോ? കൊച്ചിക്കാരൊന്നുമല്ല, പിന്നെ
ഇത് മിക്ക സ്ഥലത്തും ഉണ്ട്. കോഴിക്കോട്, കൊയിലാണ്ടി, കണ്ണൂർ, കാസർഗോഡ്, പൊന്നാനി. അതെങ്ങനെ ഇവിടെ വന്നു? അത് അവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഇതിപ്പോൾ പല സ്ഥലത്തും എത്തിയില്ലേ. ഇവിടുന്ന് എങ്ങനെ അമ്മക്ക് ഇത് പഠിച്ചേ? ഇവിടെ പിന്നെ തറവാട്ടിൽ എല്ലാവരും ഇത് ചെയ്യണത് കണ്ടിട്ട് അങ്ങനെ പഠിച്ച്. മിക്ക സ്ഥലത്തും മിക്കവരും ഉണ്ടാക്കി കണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ. പഠിച്ച് മിക്സ്ഡ് ആയാ? ഇതിപ്പോൾ ഇതുപോലെ ആയി. ഇതണ്ട ആ സവാളൊക്കെ അതിൽ കൂടി ഇറച്ചി സവാളയും കൂടെ അതിൽ ഒരുമിച്ച് കൂടി സവാളയ്ക്ക് തന്നെ ഒരു വേവ് പോലെ വന്നതിൽ എന്താ ഇങ്ങനെ തിരുമ്പി പിടിപ്പിക്കുക. എന്നിട്ട് 10 മിനിറ്റ് നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഒഴിവ് സമയം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയത് ഇങ്ങനെ ഒരിച്ചെടുക്കണം. ഇതാ വേണ്ട, അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷ്. ഇനി ഇത് നമ്മൾ ചൂടായ ചട്ടിയിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി ഒരുപാട് സമയം പിടിക്കും ഇതൊന്ന് ആയി വരാൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വറുക്കാനായിട്ട്. വറക്കാൻ തുടങ്ങി ഇട്ടിട്ടൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് ഇരുമ്പ് ചട്ടി ആയിരിക്കണം. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. ചട്ടികൾ വേറെ വൈപ്പാന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതിന് ഉത്തമം ഇരുമ്പ് ചട്ടിയാണ്. ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ ഈ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്, ഇരുമ്പ് ചട്ടി. അതിലിങ്ങനെ ഈ കുറച്ചും കൂട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് പണിയുണ്ട് ഇതിന്. ഇത് എത്ര ടൈം എടുക്കുന്നത്? കൂടി നിൽക്കണം. ടൈമിനൊന്നും പറയാൻ പറ്റില്ല. വറുത്ത് വരണം. വെളിച്ചെണ്ണ അങ്ങനെ സൺഫ്ലവർ ഓയിൽ അങ്ങനെയൊന്നും ഇപ്പോൾ ഒഴിച്ചില്ല. ഒരു വിധം വറുത്ത് ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ കുറച്ചൊരു 2 സ്പൂണൊക്കെ ഒഴിക്കാം. ഇല്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അത് വെച്ചിട്ട് അതിൻ്റെ വറുത്തിങ്ങനെ വേറിട്ട് വരും. ഇങ്ങനെ വേറിട്ട ഈ പരിവാകുമ്പോൾ വേറിടുക. സവാളയെല്ലാം അലിഞ്ഞിരിക്കുന്ന സമയത്ത് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓയിൽ കാണിക്കണം. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ അത് മുരിഞ്ഞ് വരും. കുറച്ച് നേരം ഇവിടെ ഒരു 10 മിനിറ്റ് ഓയിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് ഇപ്പോൾ ചോറിനോ പത്തിരിക്കോ അങ്ങനെയൊക്കെ കഴിക്കാം. നല്ല മുരിയാൻ പാടില്ല, നല്ല മുരിഞ്ഞിരിക്കരുത്. എന്താ വെച്ചാൽ അത് പൊരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടൊന്നും മുരിയാനുള്ളതാണ്. അതുകൊണ്ടിട്ട് ഒരു 3/4 എടുക്കണം. വറവ് ഒരു 3/4, ഫുള്ളല്ല. എന്നിട്ട് ഇങ്ങനെ ഉച്ചയെടുത്തിട്ട് തിന്നണം. ചൂടെടുക്കണേ. ഇവർക്ക് എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞാലിൻ്റെ ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ആക്കിയിട്ട് പത്തിരിക്ക്, അപ്പത്തിന്, പിന്നെ ചോറിന് ഒക്കെ അവരിങ്ങനെ ആക്കി ഇറച്ചി തിന്നു. അല്ലാതെ അവരിറച്ചി തിന്നൂല. അതാണ് എനിക്ക് പാട്. ഇത് ആക്കി കഴിയുമ്പോ അപ്പൊ തന്നെ കൈയിട്ട് വാരുന്നുണ്ടില്ലേ. ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെ വാരി വെറുതെ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും വാരി തിന്നുകൊണ്ട് നടക്കും. ലാസ്റ്റ് ഫിനിഷായത് ഇത്രയാണ്. കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റായി. ഇത് നമ്മൾ പൊടിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ മൈദ കുഴച്ച് കടത്തിയിട്ട് കനല്ലാണ്ട് കടത്തിയിട്ട് വട്ടാക്കിയിട്ട് അത് ഞങ്ങൾ കാണിച്ചു തരാം. അന്നേരം ഈ ചട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് ഫോമൊന്നും തോന്നും, അത്ര ഭംഗി തോന്നുന്നുണ്ടാവില്ല. പക്ഷെ 15 വർഷം കഴിഞ്ഞ് ഈ ചട്ടി ഇതിൻ്റെ പ്രാതൊക്കെ ഇതിൻ്റെ പിടിയെല്ലാം പോയെങ്കിലും ഞാൻ മിക്ക സാധനങ്ങളും ഇങ്ങനെയുള്ളത് ഇതിലാണ് ചെയ്യുക. കാരണം എന്താണെന്നറിയും, പെട്ടെന്നാവും, കരിയൂല, അടി പിടിക്കൂല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കാരണം ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. കുട്ടികളൊക്കെ പറയും മറ്റേ ചട്ടികളൊക്കെ എടുക്കുന്നത്, പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ കണ്ട ഇതിപ്പോൾ ഒരു അരമണിക്കൂർ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആയതാണ്. സവാളയാണ് ഇതൊക്കെ ഇട്ടതൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ.
6 സവാള ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയത് ഇങ്ങനെ ആയി കണ്ട. ഇനി ഇത് നിറച്ച് പൊരിക്കായി. അപ്പം ഈ ചട്ടി നിങ്ങൾ കാണുമ്പോൾ എന്താണ് ഇങ്ങനത്തെ ചട്ടി എന്നൊന്നും വിചാരിക്കരുത്. ഇത് അത്ര ഇഷ്ടപ്പെട്ട ചട്ടിയാണ്. സ്പൂണിന് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഇത് ഒരുപാട് ടൈം എടുക്കും. മിനിമം 2 ദിവസമെങ്കിലും വേണം. ഇന്നിതിപ്പോൾ വറുത്തെടുത്തു. നാളെ ഇത് പൊരിക്കണം. ആ ഒരു കോയട എന്ന രൂപത്തിലേക്ക് മാറണമല്ലോ. അപ്പം അത് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ടൈം വേണം. അപ്പം ഉമ്മ അത് നാളെ ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ.